ഹലോ ഗൈസ്, അടുത്തിടെ എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഒരു വീഡിയോ. ആത്മഹത്യ ചെയ്ത ദീപകിന്റെ ഫ്യൂണറലിൽ ആളുടെ അമ്മയുടെ ആ ഒരു കരച്ചിൽ, ആ ഒരു സീൻ ശരിക്കും എന്നെയും കരയിച്ചു. അത് എന്നെ മാത്രമല്ല, പൊതുവിൽ മലയാളികളെ മൊത്തത്തിൽ അത് കരയിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ കുറ്റാരോപിതയായിട്ടുള്ള ഷംജിത എന്ന വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ ആക്രമണം നേരിടേണ്ടി വരുന്നത്. ഇതിൽ തെറ്റുകാരൻ ആരാണ് അല്ലെങ്കിൽ തെറ്റുകാരി ആരാണ് എന്നുള്ളത് തെരഞ്ഞെടുക്കാനോ ജഡ്ജ് ചെയ്യാനോ ഞാൻ ആളല്ല. ഇതിൽ ഞാൻ ഏറ്റവും വലിയ കൾപ്രിറ്റായി കാണുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ആറ്റിറ്റ്യൂഡും സ്വഭാവവുമാണ്. കുറ്റക്കാരനായിട്ടോ കുറ്റക്കാരിയായിട്ടോ നമുക്ക് ആരെ വേണമെങ്കിലും കാണാം. ഇപ്പൊ ഷംജിതയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മേ ബി ദീപക് ഷംജിതയെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ദീപക് തെറ്റുകാരനാണെന്ന് നമുക്ക് പറയാം. അതല്ല, ഷംജിത സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി ദീപകിനെ ഇരയാക്കി എന്ന് പറയുക, അത് അതിലും വലിയ തെറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മനുഷ്യരുടെ ഒരു ബേസിക് നേച്ചറാണ് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കണ്ടുപിടിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുക എന്നുള്ളത്. ഇതിൽ ആരെയും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനോ തെറ്റുകാരാക്കാനോ ശ്രമിക്കുന്നില്ല. എന്നെ വേദനിപ്പിച്ചത് ആ അമ്മയുടെ കരച്ചിലാണ്. അതാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെയുള്ള അമ്മമാരുടെ കരച്ചിലുകൾ ഇനി ഉണ്ടാവരുത്. എന്റെ ലൈഫിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്റെ അമ്മയുണ്ട് കൂടെ. എന്റെ മനസ്സിൽ പല ചിന്തകളാണ്. എന്റെ സുഹൃത്തുക്കളുമായി നിന്നൊരു സാഹചര്യത്തിൽ ഞങ്ങൾ പറഞ്ഞൊരു തമാശ എന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഞാനത് ആലോചിച്ചിട്ട് ഞാൻ ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് പരിസരബോധമില്ല. ഞാൻ എവിടെയാണ്, ആരുടെ കൂടെയാണ്, എങ്ങനെയാണ് ഒന്നും എനിക്ക് ബോധമില്ല. ആ തമാശ ആലോചിച്ചിട്ട് ഞാൻ ചിരിക്കുകയാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് നോക്കുന്നത് കുറച്ച് അകലത്തിൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു മദ്യലഹരിയിൽ നിന്നിരുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ടാണ്. പക്ഷെ ഞാൻ അയാളെ കാണുന്നില്ല. ഞാൻ എന്റെ മനസ്സിലെ ആ കോമഡിയും ഒക്കെ ആലോചിച്ചിട്ടാണ്. എനിക്കൊരിക്കലും മറ്റാള് വിസിബിൾ ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ എന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പരിസരബോധം ഉണ്ട്. ഞാൻ എവിടെയാണ്, ഞാൻ എന്താ ചെയ്തത്, ഞാൻ ആരെ നോക്കിയിട്ടാണ് ചിരിച്ചതെന്നൊക്കെയുള്ള ഒരു ബോധ്യം എനിക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്. ഇതുപോലെയാണ് നമ്മളൊരു പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ മെജോറിറ്റി ആൾക്കാരും ആ മൊമെന്റിൽ ജീവിക്കുന്നവരല്ല, അവരവരുടെ ചിന്തകളിൽ ജീവിക്കുന്നവരാണ്. ഞാൻ പറയുന്നത് നമ്മുടെ മലയാളികളുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ പൊതുസ്ഥലത്ത് ബിഹേവ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ കുറച്ച് കൺസിഡറേഷൻ കാണിക്കുക. ശരിക്കും ഇന്റൻഷണൽ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ ടോർച്ചർ നേരിടുകയാണെങ്കിൽ മാത്രം നമ്മൾ ഓവർ റിയാക്ട് ചെയ്യുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ ആദ്യം സിറ്റുവേഷൻ മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം റിയാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ലോകത്തോട് വിളിച്ച് പറയുക എന്ന് പറയുന്നതും എന്റെ ഭാഗത്ത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്റെ പ്രൈവറ്റ് ലൈഫ് എന്റെ പ്രൈവസിയാണ്. അത് എന്നിൽ മാത്രം ഒതുങ്ങേണ്ടതോ അല്ലെങ്കിൽ എന്നോടൊപ്പമുള്ള കുറച്ച് ആൾക്കാരിൽ മാത്രം ഒതുങ്ങേണ്ടതോ ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വ്ളോഗറായിട്ട് നിൽക്കുമ്പോൾ പോലും സമൂഹം കാണരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്റെ പ്രൈവസി. മറ്റുള്ളവരുടെ പ്രൈവസിക്കും അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക. മറ്റുള്ളവരുടെ പ്രൈവസിയെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതെ ഇരിക്കട്ടെ, അല്ലേ? അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.